അമൃതം പൊടി വെച്ചിട്ടൊരു കിഡിലൻ ഡ്രിങ്കിൻ്റെയാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഈ ഒരു ചൂടുള്ള സമയത്തൊക്കെ വിശപ്പും ദാഹമൊക്കെ മാറാൻ പറ്റിയൊരു ബെസ്റ്റ് ആയിട്ടാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അമൃതം പൊടി കഴിക്കാത്ത കുട്ടികളൊക്കെ തീർച്ചയായിട്ടും കഴിക്കും, തീർച്ചയായിട്ടും ഇഷ്ടമാവും. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും എന്തായാലും ഇഷ്ടമാവും. പിന്നെ അമൃതം പൊടിക്ക് പകരമായിട്ട് ഗോതമ്പ് പൊടി വെച്ചിട്ടും ഇതേ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ അമൃതം പൊടി വെച്ചിട്ട് ഒരുപാട് വെറൈറ്റി റെസിപ്പീസ് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണേ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1/4 കപ്പ് അളവിൽ അമൃതം പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. കുറച്ച് സമയം ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്താൽ മതിയാവും. പൊടിയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് നന്നായിട്ട് പുക വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ പൊടിയൊക്കെ ഏകദേശം കളർ മാറി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. പാനിൽ നിന്ന് ഉടനെ തന്നെ മാറ്റണം, അല്ലെങ്കിൽ ആ ഒരു ചൂടിൽ കിടന്നിട്ട് പൊടി കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഒരു ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് 2 ചെറുപഴമാണ്. ചെറിയ സൈസിലുള്ള 2 ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അമൃതം പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ചൂടൊക്കെ മാറിയതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടത് പാലാണ്. ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് നല്ല തണുത്തിട്ടുള്ള പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കട്ടപ്പാലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്, ഒന്നും കൂടെ നല്ലത് കട്ടപ്പാലുണ്ടെങ്കിൽ അങ്ങനെയാണ്. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ടുള്ള പാലിനെ എടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 3.5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അമൃതം പൊടിയിൽ ഓൾറെഡി മധുരം ഉണ്ടാവും, അതേപോലെ തന്നെ പഴത്തിലും ചെറിയൊരു മധുരം ഉണ്ടാവും. അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് നിർബന്ധമില്ല, പക്ഷേ മിൽക്ക് മെയ്ഡും കൂടെ ഉണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയൊരു കളറിനും ചെറിയൊരു ഫ്ലേവറിനും വേണ്ടിയിട്ട് പിസ്ത എസൻസ് ആണ്. ഞാനിപ്പോൾ ഒരു 3-4 ഡ്രോപ്പ് ഇതിലേക്ക് പിസ്ത എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയൊരു പിസ്ത എസൻസ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ഏലക്കാപ്പൊടി വെച്ചിട്ടും ഇതേ രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ പിസ്തം കൂടെ ഉണ്ടാകുമ്പോൾ ആ ഒരു പച്ച കളറും കൂടെ വരുമ്പോൾ കാണാനും നല്ല ഭംഗിയാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ കുടിക്കാനായിട്ട്. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇനി ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സംഭവം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അതും കൂടെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഇതുപോലെ ജ്യൂസായിട്ട് കുടിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല തണുത്തിട്ടുള്ള പാലൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെയും കുടിക്കാം. ഒന്നും കൂടി ടേസ്റ്റി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഡ്രിങ്കിലേക്ക് കുറച്ച് സേമിയ കുറച്ച് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. കൂടെ തന്നെ നട്ട്സ് എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഇടയ്ക്ക് കടിക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റാണ്. ഈ ഒരു സേമിയയും അണ്ടിപ്പരിപ്പും എല്ലാം കൂടെ മിക്സാക്കിയിട്ട് അമൃതം പൊടിൻ്റെ ടേസ്റ്റൊന്നും ഇതിലേക്ക് ഉണ്ടാവില്ല. നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാനായിട്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. പിന്നെ സേമിയക്ക് പകരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചൗവരി വെച്ചിട്ടും ഇതേ രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.